നമസ്കാരം. സദ്യക്കൊപ്പവും അല്ലാതെയും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പായസം റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ചെറുപയർ പായസം. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. പായസം ഉണ്ടാക്കുന്നതിനായി ആദ്യമായിട്ട് അല്പം ചെറുപയർ പരിപ്പ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനോ കടായിയോ ചൂടാക്കി അതിലേക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പ് ഇടുക. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പച്ച കളറിലുള്ള ചെറുപയറിൻ്റെ പുറത്തെ തൊലി കളഞ്ഞെടുക്കുന്നതാണ് ഈ ചെറുപയർ പരിപ്പ്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കുക. ഈ മഞ്ഞ കളറിലുള്ള ചെറുപയർ പരിപ്പ് കളറ് മാറി ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്നത് വരെ വേണം ഇളക്കാൻ. ചെറുപയർ പരിപ്പ് ആദ്യം കഴുകേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കഴുകുക. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിനായിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് കളറ് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഉടനെ തന്നെ ഇത് കഴുകിയെടുക്കുക. അധിക നേരം ഇതേ പാനിൽ ഇട്ട് കഴിഞ്ഞാൽ പാനിൻ്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ ഇതിൽ നിന്ന് മാറ്റി കഴുകിയെടുക്കുക. റോസ്റ്റ് ചെയ്ത ശേഷം കഴുകിയെടുത്ത ചെറുപയർ പരിപ്പ് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നീട് പ്രഷർ കുക്കർ അടച്ചു വെച്ച് 3 വിസിലുകൾ വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്യുക. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 2 വിസിലുകൾ വരുന്നത് വരെ ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്യുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് പ്രഷർ സെറ്റിൽ ആവുന്നത് വരെ ഏകദേശം 10-15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പായസത്തിനുള്ള ശർക്കര പാനി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1.25 കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കുക. 1.25 കപ്പ് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ മീഡിയം മധുരമായിരിക്കും ഉണ്ടാവുക. കൂടുതൽ മധുരം വേണമെങ്കിൽ അല്പം കൂടി ശർക്കര കൂടുതൽ ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നീട് സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഇളക്കി ശർക്കര നന്നായിട്ട് വെള്ളത്തിൽ ലയിപ്പിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ശർക്കര നല്ലതുപോലെ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പിലേക്ക് ചേർക്കുക. പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ച പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചൊഴിക്കുക. ശർക്കരയ്ക്കകത്ത് കല്ലും അതുപോലെ തന്നെ കരിമ്പിൻ്റെ അവശിഷ്ടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചു മാത്രം ഒഴിക്കുക. ഇനി കുക്കർ സ്റ്റൗവിൽ വെച്ച് വീണ്ടും ചൂടാക്കുക. അതോടൊപ്പം തന്നെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി 2 മിനിറ്റ് നേരം ഇതിനെ മീഡിയം ഫ്ലെയിമിൽ തിളയ്ക്കാൻ അനുവദിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, ചുക്ക് പൊടിച്ചത് 1/2 ടീസ്പൂൺ. ചുക്ക് പൊടിച്ചത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ്. അതോടൊപ്പം തന്നെ ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതിനെ വീണ്ടും 1 മിനിറ്റ് നേരം കൂടി മീഡിയം ഫ്ലെയിമിൽ തിളയ്ക്കാൻ അനുവദിക്കുക. പിന്നീട് തീ ഓഫ് ചെയ്ത ശേഷം തിള നിൽക്കുന്നതിന് മുമ്പ് ഉടനെ തന്നെ ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ഒഴിക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് ഉടൻ തന്നെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് തിളപ്പിച്ചാൽ ചിലപ്പോൾ പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്ത ശേഷം മാത്രം ചേർക്കാൻ പറയുന്നത്. ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ 1-ാം പാല് ചേർക്കുക. 2-ാം പാലും 3-ാം പാലും പരിപ്പ് വേവിക്കുമ്പോൾ വെള്ളത്തിന് പകരമായിട്ട് ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് 3 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്ത് ഇതുപോലെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ അല്പം കാഷ്യൂനട്ട് കൂടി ഇതിനോടൊപ്പം ചേർത്ത് ഇളക്കുക. പിന്നീട് കാഷ്യൂനട്ടും ഇതുപോലെ ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഇത് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. ചെറു ചൂടോടുകൂടി തന്നെ വിളമ്പുക. ചെറുപയർ വളരെ ഈസി ആയിട്ട് ലഭിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ട്രൈ നോക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.